പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ മർത്തായോട് യേശു പറഞ്ഞത് ഇന്ന് നമ്മോട്. മർത്യ ജീവിതത്തിൽ ഏറ്റവും സുനിശ്ചിതമായ കാര്യം അവൻ മരിക്കും എന്നതാണ്. ഏറ്റവും അനിശ്ചിതമായ കാര്യവും മരണം തന്നെ. എന്ന്, എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ മരിക്കും എന്നറിയില്ല. വാർദ്ധക്യത്തിലെത്തുമോ, മധ്യാഹ്നത്തിൽ പോകുമോ, യുവത്വത്തിൽ ശ്വാസം നിലയ്ക്കുമോ അറിയില്ല. രോഗത്താൽ മരിക്കുമോ, അപകടത്തിൽ മരിക്കുമോ, ആക്രമണത്തിൽ മരിക്കുമോ അറിയില്ല. പ്രകൃതി ദുരന്തത്തിലാണോ, വന്യമൃഗങ്ങളാലാണോ അറിയില്ല. ആകാശത്തിൽ വെച്ചോ, കരയിൽ വെച്ചോ, വെള്ളത്തിൽ പോയാണോ അറിയില്ല. എന്നാൽ ഒന്നുറപ്പ്, നാം മരിക്കും. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം. മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവനൊരു ശ്വാസം മാത്രം, അവൻ എന്തു വിലയുണ്ട്? പക്ഷേ മനുഷ്യൻ ഓടുകയാണ് എല്ലാം വെട്ടിപ്പിടിക്കാൻ. സമ്പത്ത്, സുഖങ്ങൾ, സ്ഥാനമാനങ്ങൾ, പ്രശസ്തി, അധികാരം, സ്വാർത്ഥ താല്പര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം. ആ ഓട്ട മത്സരത്തിൽ മരണം തന്നെ വിജയിക്കുന്നു. ആ നിമിഷങ്ങളിൽ മരണത്തെ ഓടിച്ചു പിടിച്ചവൻ, പരാജയപ്പെടുത്തിയവൻ കർത്താവായ യേശു ക്രിസ്തു പറയും, ഭയപ്പെടേണ്ട, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവമക്കളെ, മരണമടഞ്ഞ പ്രിയർക്കും സകലർക്കും മരിക്കാനായി ജീവിക്കുന്ന നമുക്ക് വേണ്ടിയും പുനരുദ്ധാനവും ജീവനുമായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.